എന്റെ പ്രിയപ്പെട്ടവരെ, രഹസ്യമായി പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ അതിൽ നിന്ന് നിനക്ക് പിന്മാറണോ? ഒരു എളുപ്പവഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാ, ഒരു എളുപ്പവഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാ. ആരും കാണാതെ ഒരു തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം നിനക്ക് ഒരുങ്ങി കിട്ടി ചെറുപ്പക്കാരാ. ആ ഒരുങ്ങി കിട്ടുന്ന സമയത്ത് നീ തെറ്റ് ചെയ്യാൻ പോകുമ്പോ നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? നിന്റെ ധൈര്യം എന്താ? ഉപ്പയറിയില്ലല്ലോ, ഉമ്മയറിയില്ലല്ലോ, കൂടപ്പറപ്പുകൾ അറിയില്ലല്ലോ, ഭർത്താവ് അറിയില്ലല്ലോ, ഭാര്യ അറിയില്ലല്ലോ, ഒരു മനുഷ്യനും അറിയില്ലല്ലോ. ഈ ധൈര്യം കൊണ്ടല്ലേ ഞാനും നിങ്ങളും തെറ്റ് ചെയ്യുന്നത്. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, നീ നിന്റെ വീടിനകത്തിരുന്ന് രഹസ്യമായി ചെയ്താൽ, നീ നിന്റെ വീടിന്റെ ബെഡ്റൂമിനകത്തിരുന്ന് രഹസ്യമായി ചെയ്താൽ, ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയിരുന്നിട്ട് നീ രഹസ്യമായി ചെയ്താലും അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ഈമാനുള്ളവരുണ്ടല്ലോ, സത്യവിശ്വാസികളുണ്ടല്ലോ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരുടെ ഹൃദയത്തില് അല്ലാഹു നിന്നോട് ഒരു വെറുപ്പ് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാനൊരു തെറ്റ് ചെയ്തു, നിങ്ങൾ ആരും അറിഞ്ഞില്ല, ഒരു മനുഷ്യനും അറിഞ്ഞില്ല ഞാൻ തെറ്റ് ചെയ്തത്, ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. എങ്കിൽ അല്ലാഹു എനിക്ക് ദുനിയാവിൽ തരുന്ന ഒന്നാമത്തെ ശിക്ഷ, ഈമാനുള്ള സത്യവിശ്വാസികളായ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട് നടക്കുന്ന ആൾക്കാരുടെ ഹൃദയത്തിൽ എന്നോട് വെറുപ്പ് തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി